ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയേ രമതാം രാമ രാമ. 28-ാം ദിവസം യുദ്ധകാണ്ഡം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിന്നൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെ എല്ലാം വിചാരിച്ചു കൊള്ളാം എടോ. കാലനേമീക്ഷണദാചരണനേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മന്മതിമതിം രൂക്ഷതാഭാവം ഇതുകൊണ്ടു കിം ഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനതെന്നുടെ സദ്ഗതിക്കെന്നു ധരിക്കനീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രിപാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. കാണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാരക സംയുതം ഋഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാൻ. ഇവിടെയൊരാശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമം അല്ലല്ലീം. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു. കാണാം മഹൗഷധം നിൽക്കും അത്യുന്നതം
ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ട മായാശ്രമം അശ്രമം രംഭാപനസഖർജുരാകേരാമ്രാദിം സമ്പൂർണമത്യച്ഛതോയാവാപീയുതം കാലനേമിത്രിയാമാചരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടുവാൻ ഭക്തിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽപ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാൻ ഇതി മമ നാമം പവനജനഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധി. ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവൻ എങ്ങു ജലസ്ഥലം എന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നെൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്ഥം ജലം ആമയം തീരുവോളം കുടിച്ചിടുക. പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാൻ ഇനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ. യുദ്ധം ആകർണ്യ ചൊന്ന കപിപുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹം അതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു ഭൂയോ മുദ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാൻ ഇന്നു നല്ലോരു മന്ത്രോപദേശം ചെയ്വൻ.
എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുത കണ്ണും അടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകപിവീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ വക്ത്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കപിവരൻ ദേഹം ഉപേക്ഷിച്ചുമേൽ പോട്ടുപോയിതോ ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാതാത്മജനോടു ചൊന്നാൾ അതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്കിന്നു വന്നു ശാപമോക്ഷം കപിവരാം മുന്നം ഒരപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതി മേ നാമം മഹാമതേ മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യൗഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദവംശം അശേഷം ഒടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു വാനരവീര കുശലം ഭവിക്കത്തെ പൂയാൾ ഇവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാങ്കാലനേമി തന്നന്തികേ ചെന്നാൻ അവനോടു ചൊന്നാൻ അസുരനു വന്നിടുവാൻ ഇത്ര വൈകിയതെന്തെടോ കാലം ഇനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷ പ്രവരോത്തമാങ്കേ കപിവരൽ ഒന്നടിച്ചാൻ അതുകൊണ്ടവനും തഥാ ചെന്നു പുക്കീടിനാൻ ധർമ്മരാജാലയം. ദിവ്യ ഔഷധ ഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ ഔഷധാവാസം ഋഷഭാദ്രിയും കണ്ടിതു ഔഷധമൊന്നുമേ കണ്ടതും ഇല്ലല്ലോ
കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പരിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻ പോടു രാഘവൻ മുമ്പിൽ വെച്ചു ഇണ്ടൽ തീർത്തിടിനാൻ വൻപടയ്ക്കന്നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷം അകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നം ഇരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലം ഇല്ലൊരു സംശയം അല്ലായിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കപിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നത്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസ വാരാനിധിയിലിട്ടീടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാദ വധം. രാഘവന്മാരും മഹാകപിവീരരും ശോകം അകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അംഗദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതും ഒക്കെ ഒടുങ്ങി നിശാചരരുൾ കരുത്തുള്ളവരിന്നും ഉണ്ടെങ്കിലും വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിന്നയക്കാം അനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ ഭിക്ഷു തുടങ്ങിനാർ പ്രാസാദ ഗോപുരഹർമ്യഗേഹങ്ങളും കാശീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും അജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും ബന്ധു ബന്ധു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാൻ അനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിത്തു രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തിമോർത്തു തെരുതെരെ ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതം എന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദ ഘോഷവും
ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതും ചിന്ത മുഴുത്തു ദശാനന വീരനു. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാൻ എന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കുംഭനും താനും പ്രചംഘനും എത്രയും വമ്പുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വമ്പടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്താർ കവിവീരരും. രാത്രിയിൽ ആർത്തങ്ങടുത്തു പുരുതുരു രാത്രിഞ്ചരന്മാർ തെരുതെരീച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായികെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാർ അഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റം അകന്നു കപികളും കമ്പം കലർന്നൊഴിച്ചാർ. അതു കണ്ടത് ജംഭാരി നന്ദന പുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താർ. അതു നേരമംഗത്തൽ കൗണപന്മാർ മൂവരോടും പൊരുതതിക്ഷീണനായി വന്നിതു. ബാലി തനയനും മൈന്ദനും ആശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താർ. അതു നേരം കൊന്നാൻ പ്രജംഘനെ താരേയനും. അധ പിന്നെ അവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയും. അധമൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിന. നക്തചരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭൻ അണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. ബമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാം മാറു ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൽ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ. അബ്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനു അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൽ. സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാര രുദ്രനെ
പോലെ രണാജിരെ സിംഹനാദം ചെയ്തടുത്താൻ അതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിൽ അടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവോ ഉത്തമാംഗത്തെ പരിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായോരു ജഗൽപ്രാണപുത്രനു പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കപിവീരരും ലങ്കയിൽ പുക്കടച്ചാർ അവരും ചെന്നു ലങ്കേശനോടു അറിയിച്ചാർ അവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജനാം മകരാക്ഷനോടന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടും അടുത്തു രണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വഹ്നികീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികെന്നു രാമാന്തികേ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലൽ നടഞ്ഞു ബാണങ്ങൾ തൂകിടിനാൻ ഒന്നിനൊന്നൊപ്പം എയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനു അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിൽ ഇരുന്നൊരു ചാപവും തേരും പൊടി പെടുത്താൻ എയ്തു രാഘവൻ സാരഥി തന്നെയും കൊന്നാൻ അതു നേരം സാരഥി തന്നെയും കൊന്നാൻ അതു നേരം പാരിലമാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തും ഒട്ടു തീർത്തിടിനാൻ രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ അതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ അപ്പോൾ അതു കണ്ടു മേഘനിനാദനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ചു ഉൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തഃപുരം പുക്കിരുന്നരുളിടുക സന്താപം ഉണ്ടാകരുത്തു
ഇതു കാരണം. യുദ്ധം പറഞ്ഞു പിതാവിനെ ബന്ധിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തം ഉണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങളെയ്തുടൻ അന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കണം ഇങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തുമോ. ആയുധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാം മഹാസ്ത്രം പ്രയോഗിക്കരുതെടോ. പാതകമുണ്ടാം അതല്ലായിൽ ഏവനും ഞാൻ ഇവനോടും പോർച്ചൈവൻ എല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കു മായാസീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കപികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകീദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേ ദിവാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നീതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതു നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരം എന്തുള്ളതീശ്വര. നാം ഇനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കപികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു. ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ. ജാംബവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേ തുമേ. ഇത്തമാകർണ്യ വിധിസുതനും
കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ നിന്നു പേടിച്ചു വാങ്ങിടുകയല്ല ഞാൻ ഉണ്ടൊരു അവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നുടെ നാശവൃത്താന്തം എപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘൂത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിൽ എടുത്തു ചേർത്തിടിനാൻ മന്നവൻ തൽപദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താൻ അതു കണ്ടു നിസ്സഞ്ജരായൊക്കെ നിന്നു കപികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകൾ ഒക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കും വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യേ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരും ഉണ്ടായി വരാം. മായാ നിപുണനാം മേഘനിനാഥന് ഇക്കാര്യം അനുഷ്ഠിച്ചതും എന്തിനെന്നാശു കേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിൽ ആശു നികുംഭിലയിൽ ചെന്നു പുക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടൊരു പായം അത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണം അല്ലായിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനും അടിയനും കപികുല മുഖ്യ പ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയയക്കേണം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവു ആലസ്യവും തീർന്നു. മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിട്ടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നു വരികന്നു അനുഗ്രഹം നൽകിനാൻ.
ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാൻ. അതുനേരം മൈന്ദൻ വിവീതൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പനസൻ കുമുദൻ വികടനും വാതാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭില പുക്കു നിറഞ്ഞിറും ഭക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിടിനാൻ. രാവണീം കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരും ആയടുത്തു. കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാർ. അറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. ബില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൽ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനും. അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിന. വീരാ കഴിഞ്ഞില ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുത നന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയം അടുത്തിതിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിടിനാൻ. പ്രത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥം അസ്ത്രങ്ങൾ എയ്തിടിനാൽ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടും തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനു. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയോ നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്ഥയാ വേല ചെയ്യുന്നതും
അദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ, നന്നു നീയും നിൻ പിതാവും അറിക, നീ വംശം മുടിക്കുന്നതിന്നു നീയേതുമേ സംശയമില്ല. വിചാരിക്ക മാനസേ, വംശത്തെ രക്ഷിച്ചു കൊള്ളുവൻ ഇന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാൻ ആശും സൗമിത്രി തന്നോടവൾ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര, വിശേഷിച്ചും കണ്ടുകൊള്ളുകല്ലായിന്നു ഞാൻ നിന്നുടൽ. കുണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ തൽക്ഷണേ. ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിതു നത്തഞ്ചരനും സുമിത്രാതനയനും പാരം അടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തൻ്റെ തലയും മുറിച്ചതിസാരമായോരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപം എടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ഠാത്മജനന്നേരം ഊറ്റമായോരോ വില്ലും കുഴിയെ കുലച്ചേറ്റം അടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനു. ആരും അറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഇനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാർ ഉണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതം അസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ ബന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാൻ അതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധു ജലത്തിൽ മുഴുകി
വിശുദ്ധമായ അന്തരാത്തൂണിയിൽ വന്നു പുക്കു ശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടൽ ആമയം തീർന്നിതു ലോകത്രയത്തിനു. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാർ ഉടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപം അകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനും അന്നേരം ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു. വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായാലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുകർന്നീടിനാൻ മൂർധനി. ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാൻ. അറികന്നേ ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താൽ ഇനി ദശഗ്രീവനും. രാവണവിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടോരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി. പിന്നെ വിലാപം തുടങ്ങിനാർ. ഹാഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹാഹാ സുകുമാര വീര മനോഹര മൽ കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതു ദുഃഖം ഇതെന്നു മറക്കുന്നതു ഉള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിടുമാറായിതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി. വന്നതീശ്വര പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണം എന്നതു കൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖം അടങ്ങുകയില്ലമേ. ഖഡ്ഗവും മൂങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ. ക്രുദ്ധനാം രാവണൻ സീതയും
ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായി എത്രയും വേപധുഗാത്രിയായി ഹാ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ അത്യുത്തമൻ കർപ്പുരസത്തമൻ മൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനു ആവതല്ലോർക്കിൽ ഗുഹനും അനന്തനും ദേവദേവേശ്വരനായ പുരവൈരീ സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ പൗലസ്ഥ്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദിനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവ്രതസ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ എന്നിരിക്കേ ഭവാൻ ഇന്നു യുദ്ധാന്തരേ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തി വർധന രാത്രിഞ്ജരേന്ദ്ര പ്രവരാ പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരേ നീക്കിടുക നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതും യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും മന്നവൾ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ പോരും ഇനി മമ പോരും എന്നോർത്തതി ഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം.
ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാത്മയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കര വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരിമുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാകിയായിതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു. സദ്ഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാൽ ഇതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടു ഉപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രം ഒരു ഗുഹയും തീർത്തും ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ. വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണതൂണീരചാപാശ്വരഥാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾകെന്നോടു സാദരം അന്തരമെന്നിയെ ഹോമം കഴിക്കനേ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദ്രവ്യമാം ഹവ്യഗവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനം അകമ്പുക്കു ശുദ്ധനായി ധ്യാനം ഉറപ്പിച്ചു. തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. ശ്രീരാമചന്ദ്ര ജയ. സീതാപതേ ജയ.